ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കാശ്മീർ ട്രിപ്പിലെ 3rd ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ദൂതുപത്രിയിലേക്കാണ്. കാശ്മീർ ട്രിപ്പ് വരുന്നവർ പലരും പോവാത്ത ഒരു സ്ഥലമാണ് ദൂതുപത്രി. പക്ഷേ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ദൂതുപത്രി. ശ്രീനഗറിൽ നിന്നും 45 കിലോമീറ്റർ ദൂരെയാണ് ദൂതുപത്രി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ഗാം ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. ഏകദേശം 8960 ഫീറ്റ് ഹൈറ്റിലാണ്, സമുദ്രനിരപ്പിൽ നിന്നും ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിൽ നിന്നും 2 മണിക്കൂർ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ ഡ്രൈവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾ ദൂതുപത്രിയിലേക്ക് പോയി. ദൂതുപത്രി എന്ന് പറയുന്നത് വാലി ഓഫ് മിൽക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ദൂതുപത്രി എന്നുള്ളൊരു പേര് വരാനും ഒരു കഥയുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. അവിടുത്തെ ഫേമസ് കാശ്മീരി സെയിൻ്റായ ഷെയ്ഖ് നൂറുദ്ദീൻ നൂറാനി എന്ന് പറയുന്ന ഒരു സന്യാസി അവിടെ പ്രാർത്ഥിക്കാൻ വരികയും പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾക്കായിട്ട് ജലം അന്വേഷിച്ച് നടക്കുകയും ചെയ്തു. ജലം കണ്ടെത്താതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വടി കൊണ്ട് നിലത്ത് കുത്തിയപ്പോൾ അവിടെ നിന്നും പാലിൻ്റെ ഉറവ ഉണ്ടായെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പാല് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ അത് തന്നെ വെള്ളമായിട്ട് രൂപപ്പെടുകയും അങ്ങനെ അദ്ദേഹം അത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ദൂതുപത്രി എന്നുള്ള പേര് വരാനിടയായതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ട് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ റോഡ് സൈഡിലും മറ്റും മഞ്ഞൊക്കെ വീണ് കിടക്കുന്നത് ധാരാളം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും കുളിർമയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. വിൻ്റർ സീസണിൽ നമ്മൾ വന്നിരിക്കുന്നത് തന്നെ ഈ മഞ്ഞ് കാണാനും മഞ്ഞിൽ കളിക്കാനും ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാർച്ച് 1st വീക്കിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം മഞ്ഞ് ഈ ഒരു ഏരിയ ദൂതുപത്രിയിലേക്ക് അങ്ങോട്ടുള്ളിലേക്ക് പോകും തോറും ഇഷ്ടം പോലെ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ കാണുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടി അങ്ങ് കഴിഞ്ഞ് ഏപ്രിൽ 1st വീക്കിലൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു താഴ്വര ദൂതുപത്രി എന്ന് പറയുന്നത് ഈ ആടുകളൊക്കെ മേയ്ക്കുന്ന ആട്ടിടയന്മാരൊക്കെ താമസിക്കുന്ന ഒരു താഴ്വരയാണ് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ പച്ചപ്പ് നിറഞ്ഞ് നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മഞ്ഞ് ആസ്വദിക്കേണ്ടവർക്ക് അത് വിൻ്റർ സീസണിൽ വന്നാൽ മഞ്ഞ് കണ്ട് നല്ല ഭംഗിയുള്ള മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം കണ്ടു പോവാം. അല്ലാത്തവർക്ക് സമ്മറിൽ വന്നു കഴിഞ്ഞാൽ അത് വിൻ്റർ കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് അങ്ങ് വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രീനറി ആയിട്ട് നല്ല താഴ്വരകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിക്കാർ ഇവിടെയുള്ള ഈ കുതിര ഓടിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ATV ഓടിപ്പിക്കുന്ന ആൾക്കാരായിട്ട് ഒരു ഒത്തുകളിയാന്ന് തോന്നുന്നു. ഇവിടെ എത്തിയപ്പോൾ നമ്മളോട് പറയുകയാണ് നമ്മുടെ വണ്ടി ഇനി അങ്ങോട്ട് കയറില്ല എന്ന്. പക്ഷേ അതല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി അങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടം വരെ സാധാരണ ടൂറിസ്റ്റുകളുടെ വണ്ടി ഇവർ അലോ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ വണ്ടിക്കാരൻ ഇവിടെ നിർത്തിയിട്ട് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കുതിരയമ്മ പോകണം അല്ലെങ്കിൽ ATVമ്മ പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചങ്ങ് നടന്ന് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷൈജേട്ടൻ തിരിച്ച് വീണ്ടും അവിടെ പോയിട്ട് ഡ്രൈവറെ വിളിക്കാൻ പോയിരിക്കും. ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങ് പോകണം, നടന്ന് പോകാനുള്ള ദൂരമല്ല, കുറച്ചും കൂടെ അങ്ങ് പോയാലാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ എത്തുക. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ മെയിൻ വരുമാന മാർഗ്ഗമാണ് ഈ കുതിരമേ ആൾക്കാരെ ഇരുത്തി റൈഡ് ചെയ്യിക്കലും അല്ലെങ്കിൽ ATVമേ കൊണ്ടുപോകലൊക്കെ. അപ്പോൾ അതേ നമ്മളവിടെ നമ്മുടെ ഡ്രൈവറെ വിളിച്ച് പാർക്കിംഗ് ഏരിയയിൽ വന്നു. അവിടെ നിന്ന് നമ്മൾ ATVമയാണ് കേട്ടോ പോണത്. ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ ഇവിടുത്തെ ആട്ടിടയന്മാരുടെ വീടുകളായിരുന്നു. അവരവിടെ ഇപ്പോൾ താമസിക്കുന്നില്ല, 6 മാസം മാത്രമാണ് ഇവിടെ താമസിക്കുക. മഞ്ഞ് വീണ് തുടങ്ങുമ്പോൾ അവർ ഇവിടെ നിന്ന് പോവും. പിന്നെ നമ്മൾ അങ്ങ് മുന്നോട്ട് പോകുന്തോറും ഇതുപോലെ വളഞ്ഞു പുളഞ്ഞ വഴികളാണ് കേട്ടോ ഉള്ളത്. 2 സൈഡും ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള മഞ്ഞ് മൂടി കിടക്കണ നല്ല ഗ്രൗണ്ട് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് വേനൽക്കാലത്ത് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്രീനറി ആയിട്ട് നല്ല ഭംഗി, അത് ഒരു ഭംഗിയാണ് ആസ്വദിക്കാനായിട്ട്. ഇത് മഞ്ഞ് മൂടി കിടക്കണ ഒരു ഗ്രൗണ്ട് പോലെ താഴ്വര പോലെ നമുക്ക് ആസ്വദിച്ച് കണ്ട് പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിങ്ങനെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ റോഡൊക്കെ മൂടി കിടക്കണ രീതിയിൽ വഴിയില്ലാതെ ആയ പോലെയാണ്. നമ്മുടെ മഞ്ഞൊക്കെ ഇവിടെ ഫുള്ള് മൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ATVമുള്ള യാത്രയൊക്കെ നമ്മൾ ആസ്വദിച്ച് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ എത്തിയപ്പോൾ വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നപ്പോൾ അവരുടെ വണ്ടിയും നമ്മുടെ വണ്ടിയും കൂടെ കടന്നു പോകാൻ ഒരുമിച്ച് പോകാനുള്ള ഒരു വീതിയില്ല വഴിക്ക്. അതായത് മഞ്ഞ് വന്ന് മൂടി കിടന്നിട്ട് അതൊക്കെ വഴിയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവർ തന്നെ ഇവരുടെ വണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊക്കെയാണ് ആ റോഡിന് കുറച്ച് വീതി വെപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയത്.
പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോൾ വഴിയിൽ അതാ വലിയൊരു മഞ്ഞുകട്ട വന്ന് കിടക്കുകയാണ് നമ്മുടെ വണ്ടി പോകാൻ പറ്റാത്ത തരത്തിൽ. അപ്പോൾ ഈ ATV ഓടിപ്പിക്കുന്ന പയ്യന്മാർ തന്നെ ഇറങ്ങി കുറച്ച് ടൂൾസൊക്കെ എടുത്ത് അത് പൊട്ടിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവരത് പൊട്ടിച്ച് വഴിയൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ നമ്മൾ ATV പോണ ലാസ്റ്റ് പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ചെറിയ ഒരു സ്നാക്സൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം ശാലിഗംഗ റിവറിൻ്റെ അവിടേക്ക് നമ്മൾ പോയി കേട്ടോ. കോഫി ഷോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ശാലിഗംഗ റിവർ കാണാൻ സാധിക്കും കേട്ടോ. ഇതൊരു ചെറിയ പാലാണ് മരത്തോണ്ട് ഉണ്ടാക്കിയത്. അത് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അവിടെ പാലം ഉണ്ടെന്ന് നമുക്ക് തോന്നു പോലില്ല, അതുപോലെയാണ് കേട്ടോ കിടക്കണേ. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും തന്നെ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും അവിടെ ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്തു. നമ്മുടെ വീഡിയോസും ഫോട്ടോസും റീൽസും എല്ലാം എടുത്ത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. നമ്മളിവിടെ വിട്ടതിന് ശേഷം ATVക്കാർ തിരിച്ചു പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് ഒരു 2 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവർ വന്നു. ഇവരുടെ വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ കൊണ്ടാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ അവർ ഇവിടെ കാർ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്നാക്കി. അവിടെ വന്നപ്പോൾ ഒത്തിരി തിരക്കായിരുന്നു കേട്ടോ. കുതിരക്കാരും ATVക്കാരും അതുപോലെ നമ്മളെപ്പോലെ വന്നവരുടെ കാറുകളൊക്കെ ആയിട്ട് ഒത്തിരി ജനങ്ങളും എല്ലാം ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ കാശ്മീർ ട്രിപ്പ് വരുന്നവർ കുറേ ആളുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത് ദൂതുപത്രി. പക്ഷേ നമ്മൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ദൂതുപത്രി. അപ്പോൾ എന്നിട്ട് പോലും അവിടെ ഒത്തിരി തിരക്കായിരുന്നു. പിന്നെ ഈ കുതിരക്കാരും ATVക്കാരൊക്കെ നമ്മളോട് റേറ്റ് പറയുമ്പോൾ നമ്മൾ കുറേ അവരോട് ബാർഗെയിൻ ചെയ്ത് റേറ്റ് കുറച്ച് വാങ്ങാൻ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് താഴേക്ക് പോയി നമ്മളൊരു ലോങ് ജാക്കറ്റും ബൂട്ടൊക്കെ റെൻറ്റിന് എടുത്തായിരുന്നു. അത് കുറച്ചങ്ങ് പോയിട്ടാണ് ഷോപ്പ്. അവിടെ കൊണ്ടുപോയി നമ്മളത് തിരിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ശ്രീനഗറിലേക്ക് പോകുമായിരുന്നു കേട്ടോ. പോണ വഴിക്കും ഒത്തിരി കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു. നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും ദൂതുപത്രിയിലേക്ക് മസ്റ്റായിട്ടും പോയിരിക്കണം. പിന്നെ ഈ ദൂതുപത്രി ഇവിടെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഈ ശാലിഗംഗ റിവർ നമ്മൾ പോയി ഈ ഒരു ഏരിയ മാത്രമല്ല വേറെയും ഒത്തിരി കാണാനുള്ള കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല, കാരണം സമയം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ഏരിയ മാത്രം കണ്ട് പോരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാനും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.